أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവും നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സ്വർഗ്ഗത്തിൽ നമ്മെ അവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളെ അല്ലാഹു തആല അവൻ്റെ പവിത്രമാക്കപ്പെട്ട മുഹറം മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് പുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ മഹത്തായ സംഗമം ഇവിടെ തയ്യാറാക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. മാത്രമല്ല, മുഹറം മാസത്തിലെ വളരെയധികം പ്രാധാന്യമേറുന്ന ദിനങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വേളയിൽ ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ ഭീതിയാണ് ഉണ്ടാകേണ്ടത്. കാരണം ഹിജ്റ വർഷം 1441 എന്നത് കഴിഞ്ഞ് 1442 പിറന്നിരിക്കുകയാണ്. അതായത് ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്നും കഴിഞ്ഞു പോയിരിക്കുകയാണ്. ഈ ഒരു വർഷ കാലയളവിൽ നാം നമ്മുടെ നാഥന് വേണ്ടി എന്ത് ചെയ്തു? നമ്മെ പടച്ച നമ്മുടെ റബ്ബായ ഏകനായ അള്ളാഹുവിന് നാം എന്ത് ചെയ്തു? ഇത്രത്തോളം നിഅമത്തുകൾ നമുക്ക് വാരിച്ചൊരിഞ്ഞു തന്ന അള്ളാഹുവിന് വേണ്ടി നാം ശുക്ർ ചെയ്തുവോ? അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി നാം വേണ്ടവണ്ണം ഇബാദത്തുകൾ ചെയ്തുവോ? പോലുള്ള ഓരോ കാര്യങ്ങളും ചിന്തിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. ആയതിനാൽ ഇനി വരും കാലയളവിലെങ്കിലും നാം നമ്മുടെ ജീവിത ശൈലികളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് ആദ്യമായിക്കൊണ്ട് തന്നെ എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ വേദിയിൽ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദിനെ പോലെയുള്ള മഹാന്മാർ ഈ വേദിയിൽ ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് തന്നെ കടക്കുകയാണ്. ആദ്യമായിക്കൊണ്ട് തന്നെ ഈ പരിശുദ്ധമാക്കപ്പെട്ട വേദിയുടെ അധ്യക്ഷൻ GTMO സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അറബി കോളേജിൻ്റെ പ്രിൻസിപ്പലുമായ ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് അവരുടെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായിക്കൊണ്ട് തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയെ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന GTMO സ്ഥാപനങ്ങളുടെ ആദരണീയനായ പ്രസിഡന്റ് KP മുഹമ്മദ് ആസി അവர்களെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിൽ ആശംസാ ഭാഷണം നടത്താനിരിക്കുന്ന നീലഗിരി ജില്ലാ ജമിഅത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ബാക്ക ഉസ്താദ് അവர்களെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായിക്കൊണ്ട് തന്നെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ വേദിയിൽ അനുഗ്രഹ ഭാഷണം നടത്താനിരിക്കുന്ന ബഹുമാനപ്പെട്ട KT ഉസ്താദിൻ്റെ താംവഴിയിൽ തന്നെ പിന്തുടർന്നു വന്ന് അള്ളാഹുവിൻ്റെ നിയോഗമായി മാറിയ ബഹുമാനപ്പെട്ട KT ഉസ്താദ് വഹിച്ച അതേ പദവി തന്നെ, അതായത് സമസ്ത കേരള ജമിഅത്തുൽ മുഅല്ലിമീൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മഹാനായ ഷെയ്ഖുന വാക്കോട് ഉസ്താദിനെ ഞാൻ ഈ വേദിയിലേക്ക് വളരെയധികം ആദരവപൂർവ്വം ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിക്ക് നന്ദി അറിയിക്കാനിരിക്കുന്ന സ്ഥാപനത്തിലെ വിദ്യാർത്ഥി ആഷിഖ് ദേവർഷോല അവർകളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട GTMO അറബി കോളേജ് വിദ്യാർത്ഥികളെ, മുഹറം മാസത്തിലാണ് നിങ്ങളും ഞാനും ഇപ്പോൾ ജീവിക്കുന്നത്. മുഹറം മാസത്തെ സംബന്ധിച്ച് വളരെയധികം മഹാസംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മാസമാണ് മുഹറം. ആ മാസത്തിലാണ് നമ്മൾ ഒക്കെ ജീവിക്കുന്നത്. ഈ മുഹറം മാസത്തിലാണ്
അപൂർവം ചില വിഷമമുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ളത്. ആ ചരിത്ര സംഭവങ്ങളിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പ്രവേശിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ ഇന്ന് വിദ്യാർത്ഥികളാണ്. നിങ്ങൾ പഠിക്കണം. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഒരു വർഷം നമ്മൾ അറിയാതെ നമ്മളിൽ നിന്ന് കടന്നുപോയി. ഒരു വർഷം എന്ന് പറയുന്നത് വളരെ നീണ്ട കാലമാണെങ്കിലും എത്ര എളുപ്പമാണ് നമ്മൾ ഒരു വർഷകാലം പിന്നിട്ടത് എന്ന് എനിക്കും നിങ്ങൾക്കൊക്കെ ആലോചിച്ചാൽ അറിയാവുന്നതാണ്. ഈ ഒരു വർഷകാലത്ത് ദീനിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, നാടിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നൊരു പുനഃപരിശോധന നമ്മളെല്ലാവരും നടത്തണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന കുറവുകൾ, തെറ്റുകൾ, പോരായ്മകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മഹാസംരംഭം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ ഉണ്ടാക്കണം. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അത് എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുക. പഠിക്കണം, നന്നായി പഠിക്കണം. നിങ്ങൾ കോളേജിലും അല്ലാത്ത സ്ഥലത്തൊക്കെ സമ്മേളിക്കുമ്പോഴും അതല്ലെങ്കിൽ ഒറ്റക്കാണെങ്കിലും ശരി, നിങ്ങളെല്ലാം ഹൃദയത്തിലുണ്ടാവേണ്ടത് പഠിക്കണം, പഠിക്കണം, പഠിക്കണമെന്നാണ്. ഈ ലോകത്ത് വിദ്യാഭ്യാസത്തിന് ഇത്ര കണ്ട് പ്രാധാന്യം നൽകിയ ഒരു മതവും ലോകത്ത് വേറെ ഇല്ല. ആ മതത്തിൻ്റെ അവകാശികളാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പഠിക്കലാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ നന്നായി പഠിക്കുക. നിങ്ങൾക്ക് കിട്ടിയത് നല്ലൊരു സന്ദർഭമായിട്ടും നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ ഉണ്ടാക്കപ്പെട്ട സ്ഥാപനത്തിലാണ് നിങ്ങൾ പഠിക്കുന്നത്. ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു പുറത്തു വരുന്ന നിങ്ങൾ ഓരോ കുട്ടികളും ഈ നാട്ടിനും സമുദായത്തിനും നേതൃത്വം നൽകാൻ കഴിവുള്ളവരായിരിക്കണം. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ലൗകിക വിദ്യാഭ്യാസവും മതപരമായ വിദ്യാഭ്യാസവും ഒരേ സമയത്ത് നന്നായി പഠിച്ചുകൊണ്ട് നിങ്ങൾ മാതൃകാ പുരുഷന്മാരായി ലോകത്ത് ജീവിച്ച് കാണിച്ചു കൊടുക്കുവാൻ അള്ളാഹു നിങ്ങളെ തുറക്കുമാറാവട്ടെ. അത് കണ്ട് സന്തോഷിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന നല്ലവരായ ജനങ്ങൾക്കുമുള്ള സമയം നൽകി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ശ്രമിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖ സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മറ്റു സ്നേഹജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടികളൊക്കെ അവൻ്റെ മാർഗത്തിലുള്ള പുണ്യാമലുകളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മതിയായ പ്രതിഫലം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മഹാനവറുകളുടെ നാമധേയത്തിൽ സ്ഥാപിതമായ ജൂനിയർ കോളേജുകളിൽ ഏറ്റവും നല്ലൊരു കോളേജായി അറിയപ്പെടുന്ന GTM കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ, അഥവാ അതിലെ വിദ്യാർത്ഥി സംഘടനയായ ഖിദ്മത്തുൽ ഇസ്ലാം സംഘം അഥവാ കിസ, അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി നടത്തി വരുന്നത്. ഇതിന് മുന്നിട്ടിറങ്ങിയ വിദ്യാർത്ഥികളെ, ഉസ്താദുമാരെ എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ അവർ നാളെയുടെ ഈ സമുദായത്തിൻ്റെ നായകന്മാരാണ്. ചെറുപ്പം മുതൽക്ക് തന്നെ
നമ്മിൽ അർപ്പിതമാകുന്ന ഉത്തരവാദിത്ത നിർവഹണത്തിൽ ഇത്തരം കാര്യങ്ങളിലൂടെ പരിശീലനം സിദ്ധിക്കാൻ കൂടി നമുക്ക് കഴിയും. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് നല്ല സന്ദേശങ്ങൾ നൽകി അവരെ പുണ്യകർമ്മത്തിലേക്ക് നയിക്കാനുള്ള ഒരു സംഗതി കൂടിയാണിത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് മുഹറം മാസത്തോട് അനുബന്ധിച്ച് നടത്തുന്ന മഹത്തായ പരിപാടിയാണ്. മുഹറം അത് ആദരണീയമായ ഒരു മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു വാക്യം, അതിൻ്റെ തുടക്കമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ഭൂമികൾ സൃഷ്ടിച്ച അന്ന് തൊട്ട് അല്ലാഹു ഒരു വർഷത്തിന് കണക്കാക്കിയിട്ടുള്ളത് 12 മാസങ്ങളാണ്. ഇത് അല്ലാഹു ആകാശഭൂമികൾ പടച്ചന്ന് തന്നെ കണക്കാക്കിയതാണെന്ന്, അല്ലാതെ പിൽക്കാലത്ത് മനുഷ്യർ കണക്കാക്കിയെന്നല്ല പറയുന്നത്. അല്ലാഹു തആല തന്നെ കണക്കാക്കി. അതോടൊപ്പം മിൻഹാ അർബഅത്തുൻ ഹുറും, ആ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ ആദരണീയമാണ്. അപ്പോൾ ഈ 4 മാസങ്ങൾ ആദരണീയമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചു. അപ്പോൾ ഒരു വർഷത്തിലുള്ള 12 മാസങ്ങളിൽ 4 മാസങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്ക് ആദരണീയ മാസങ്ങളാണ്. ഏതാണ് ആദരണീയ മാസങ്ങൾ? അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. തുടരെ വരുന്ന ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഈ 3 മാസങ്ങളും മുളർ ഗോത്രക്കാർ വളരെ ബഹുമാനിച്ചിരുന്ന, ആദരിച്ചിരുന്ന റജബ് മാസം. ഇങ്ങനെ 4 മാസങ്ങളാണ് ഈ ആദരണീയമായ മാസങ്ങൾ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മാസമാണ് മുഹറം എന്നുള്ളത്. അപ്പോൾ ഈ മുഹറം വളരെ ആദരണീയമായ മാസമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആദരവ് ഏറെ കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു. ഇത് പുണ്യകർമ്മങ്ങൾക്ക് അള്ളാഹു ആദരിച്ച മാസങ്ങളാകുമ്പോൾ ആ മാസങ്ങളിൽ പുണ്യകർമ്മങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഓർക്കുകയാണ്, അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. അള്ളാഹു തആലാൻ്റെ അടുക്കൽ നോമ്പ് നോൽക്കാൻ റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായത് അത് മുഹറം മാസത്തിലുള്ള നോമ്പാണെന്നാണ്. അപ്പം മുഹറം മാസം പൂർണ്ണമായിട്ട് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് ഏറെ പ്രാധാന്യമുണ്ട് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ മുഹറം മാസത്തിൽ 9, 10 അതൊന്നും നമ്മൾ താസുആ, ആഷൂറ എന്നാ പറയാം. ഈ 2 ദിവസങ്ങൾ നോമ്പിന് ഏറെ പ്രാധാന്യമുണ്ട്. അതിൽ മുഹറം 10ൻ്റെ നോമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഹ്തസിബ് അലല്ലാഹ്, അല്ലാഹു തആലാൻ്റെ അടുക്കൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് ഈ മുഹറം പിന്നെ ആഷൂറ ദിവസത്തിലുള്ള നോമ്പ് കഴിഞ്ഞ കൊല്ല പാപങ്ങളെ അല്ലാഹു തആല പൊറുപ്പിച്ചു തരുമെന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുമ്പോൾ അവിടെ ജൂതന്മാർ നോമ്പ് നോൽക്കുന്നത് കണ്ടു. അതുപോലെ ക്രിസ്ത്യാനികളും അതിനാദരിച്ചുകൊണ്ട് നോമ്പ് നോക്കിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ മുഹറം മാസത്തിൽ നോമ്പ് നോൽക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം ഈ മാസത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാം ശത്രുവായ ഫിറോനിൽ നിന്ന് രക്ഷപ്പെട്ടത്. ശത്രുവായ ഫിറോനെയും കൂട്ടരെയും അള്ളാഹു മുക്കിക്കൊന്നത്. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം അതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുകയുണ്ടായി. ഞങ്ങൾ അവരെ ഇത്തിബാ ചെയ്തുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനെ പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ
സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാമിനോട് ഇത്തിബാ ചെയ്യാൻ ഏറെ കടപ്പെട്ട്, നിങ്ങളെക്കാൾ കടപ്പെട്ടത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10 നോമ്പനുഷ്ഠിക്കുകയും സഹാബത്തിനോട് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പിന്നീട് ഈ ജൂതന്മാരും ഒക്കെ ആയിട്ട് വളരെ സൗഹാർദ്ദത്തിലായിരുന്നു ആദ്യകാലങ്ങളിൽ മദീനയിൽ വന്ന ഉടനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിയും സഹാബത്തും ജീവിച്ചിരുന്നത്. മുസ്ലിങ്ങളും അതുപോലെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇവരേറ്റൊക്കെ നല്ല സൗഹാർദ്ദം. മാത്രമല്ല അവർ തമ്മിൽ കരാർ ഒക്കെ രേഖപ്പെടുത്തിയിരുന്നു. പരസ്പരം സഹായിച്ച് ജീവിക്കുക, ശത്രുക്കളെ ആരും തന്നെ സഹായിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ പിന്നീട് അതിന് ജൂതന്മാർ മാറ്റം വരുത്തി. എന്നും അവർ ചതിയന്മാരാണല്ലോ. ആ ചതിപ്രയോഗങ്ങൾ പിന്നീട് നടത്തിയപ്പോൾ അവരോട് യോജിച്ചു പോകാൻ കഴിയാത്ത സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എതിരായിക്കൊണ്ട് തന്നെ നിൽക്കാൻ വേണ്ടി പറയുകയുണ്ടായി. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്ത് ഈ മുഹറം മാസം വന്നപ്പോൾ സഹാബത്ത്, ജൂതന്മാരും ക്രിസ്ത്യാനികളും ഈ മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നുണ്ടല്ലോ എന്ന് തങ്ങൾ അവരോട് എതിരാകാനാണല്ലോ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈൻ ബഖീതു ഇലാ കാബിൽ അസൂമന്നത്താസിയ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മുഹറം 9 കൂടി ഞാൻ നോമ്പനുഷ്ഠിക്കുമായിരുന്നു. അപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിക്കാൻ ഉദ്ദേശിച്ചാൽ തന്നെ അത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിട്ട് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലക്ക് മുഹറം 9-നും 10-നും നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് നമുക്ക് സുന്നത്താണ്. ഇതാണ് അതിന് മൊത്തത്തിൽ നമുക്ക് അത് സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ളത്. പിന്നെ മുഹറം 1 എന്ന് പറയുമ്പോൾ, മുഹറം മാസം എന്ന് പറയുന്നത് അത് നമ്മുടെ കലണ്ടറിൽ, അറബി കലണ്ടർ അനുസരിച്ച് 1-ാമത്തെ മാസമാണ്, ഒരു വർഷത്തിലുള്ള 1-ാമത്തെ മാസമാണ്. അത് ഈ കലണ്ടർ, ഈ കാലഘടന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം മുതൽക്കാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പം മുഹറം മാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവർഷത്തിൻ്റെ തുടക്കമാണ്, അങ്ങനത്തെ മാസമാണ്. ആ നിലക്ക് നമ്മൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഹിജ്റ എന്നാണ് ഈ പുതുവർഷത്തിന് നമ്മൾ പറയുന്നത്. ഹിജ്റ എന്നുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ, മാത്രമല്ല അതൊരു നാഴികക്കല്ല് എന്നും ഒക്കെ പറയാവുന്ന മഹത്തായൊരു സംഗതിയാണ്. ഹിജ്റയാണ് ഇസ്ലാമിൻ്റെ വികാസം നൽകിയത്, മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയത് മദീനയിൽ വന്നതിന് ശേഷമാണ്. ആ വികാസമാണ് പിന്നീട് ലോകത്താകെ ഇസ്ലാം പ്രചരിക്കാൻ കാരണമായി തീർന്നത്. അതുകൊണ്ട് തന്നെ ഹിജ്റ അത് ഇസ്ലാം ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾക്ക് എന്നും അത് ആവേശം നൽകുന്നതും പ്രചോദനമേകുന്നതുമായ ഒന്നാണ് ഹിജ്റ എന്നുള്ളത്. ഒരു നാട്ടിൽ ഒരു നിലക്കും തങ്ങളുടെ ആദർശവും വെച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല എങ്കിൽ ആ ആദർശത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി എവിടെ പോകാൻ തയ്യാറാകണമെന്ന് കൂടി അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ തയ്യാറെടുപ്പാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. അപ്പോൾ എന്നും അത് പ്രചോദനം നൽകുന്നതാണ്. ഒരു പ്രതിബന്ധമുണ്ടാകുമ്പോൾ ആ പ്രതിബന്ധത്തെ അതിജീവിച്ച് നമ്മുടെ ആദർശ ലക്ഷ്യം അത് സാക്ഷാത്കരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നാണ്. നമ്മളും തന്നെ ഇവിടെ അങ്ങനെ ജീവിക്കാൻ പറ്റൂല എന്നുള്ളതല്ല, നമ്മളെ ആദർശമനുസരിച്ച് കൊണ്ട് നമുക്ക് മുന്നേറാൻ ഒരുപാട് പ്രതിബന്ധങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ പ്രതിബന്ധങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും? അതാത് കാലഘട്ടങ്ങളിലുള്ള ആളുകൾ, മുസ്ലിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അതിജീവിക്കണം. ആ അതിജീവനത്തിലുള്ള ഒരു മാർഗം തന്നെയാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഹിജ്റ ഒരു ശരീരം കൊണ്ടുള്ള ഹിജ്റയുണ്ട്, അല്ലാത്ത ഹിജ്റകളുമുണ്ട്. അപ്പോൾ അവിടെ അതനുസരിച്ച് ഏത് വിഷയങ്ങൾ, പ്രതിസന്ധികൾ വന്നാലും
അതിനെ അതിജീവിക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാകണം. ആദർശം ആണ് ഏറ്റവും വലുത്. ആദർശത്തിൻ്റെ മുമ്പിൽ ഭൗതികമായ എല്ലാ കാര്യങ്ങളും അത് പ്രശ്നമല്ല. അതൊക്കെ ത്യജിച്ചാലും ശരി ആദർശത്തിന് വേണ്ടി നിലകൊള്ളണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറയിലൂടെ നമുക്ക് സന്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഹിജറ ഉൾക്കൊള്ളുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമുക്കതെല്ലാം കൂടി പറയാൻ കഴിയില്ല. അപ്പോൾ അതെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മുഹറം മാസത്തിലേക്ക് നാം പ്രവേശിച്ചിട്ടുള്ളത്. ഇതിൽ പ്രത്യേകം നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത് ബഹുമാനപ്പെട്ട സഹാബത്ത ഒക്കെ ചെയ്തിരുന്നത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ചെറിയ കുട്ടികളെ കൊണ്ടായിരുന്നു നോമ്പ് പിടിപ്പിക്കും. അങ്ങനെ ആ കുട്ടികൾ ചെറിയ കുട്ടികളാണല്ലോ, അവർക്ക് വിശന്ന് കരയാൻ തുടങ്ങുമ്പോൾ അവർക്ക് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് വൈകുന്നേരം വരെ ആ കുട്ടികളെ കൊണ്ട് ആ നോമ്പിലായിട്ട് നിലനിർത്തിയിരുന്നു. ഇത് നമുക്ക് വലിയ പാഠമാണ്. സഹാബി വനിതകളായിരുന്നു അത് ചെയ്തിരുന്നത്. അവരാണ് നമുക്ക് മാതൃക. അതനുസരിച്ച് കുട്ടികളെ കൊണ്ടൊക്കെ ചെറുപ്പത്തിൽ തന്നെ നോമ്പൊക്കെ നോൽപ്പിച്ച് നമുക്ക് ഇതിലൊക്കെ മഹത്തായ പുണ്യകർമ്മങ്ങൾ നേടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊരു പുതുവർഷമാണ്. ആ പുതുവർഷം ഏറ്റവും ഹൈറായ വിധത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിത്തരുമാറാവട്ടെ. ഈ അവസരത്തിൽ പുതുവർഷം എന്നുള്ള നിലക്കും മുഹറം എന്നുള്ള നിലക്കും എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുകയാണ്. ഇത് സംഘടിപ്പിച്ച നമ്മുടെ വിദ്യാർത്ഥി സംഘടന അവർക്ക് ഭാവിയിൽ നല്ല വളർച്ചയും ഉയർച്ചയും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ കൂടി അവരെ അതുപോലെ ഉസ്താദുമാരെ ഈ സ്ഥാപനത്തെ എല്ലാ വിധത്തിലും അഭിനന്ദിക്കുന്നു. അല്ലാഹു ഖൈറാക്കി തരുമാറാവട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളോട് ദുആക്ക് വസിയത്ത് ചെയ്തുകൊണ്ട് വാക്കിറു ദഅ്വാന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറളാഹി അമ്മാ ബഅദ്. ബഹുമാന ആദരവുകൾ നിറഞ്ഞ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കേന്ദ്ര മുശാവറ അംഗവും സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ജനറൽ സെക്രട്ടറിയും കേരളത്തിലെ നിരവധി ഉസ്താദുമാരുടെ ഉസ്താദുമായ വന്യരായ വാക്കോട് ഉസ്താദ്, നമ്മുടെ GTMO സ്ഥാപനങ്ങളുടെ മുഖ്യ കാര്യദർശി KP മുഹമ്മദ് ഹാജി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നീലഗിരി ജില്ലാ ജനറൽ സെക്രട്ടറി PKM ബാഹമതി ഉസ്താദ്, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനത്തിലെ ബഹുവന്യരായ ഉസ്താദുമാർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ശ്രോതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനത്തിലെ മക്കളുടെ സംഘടനയായ ഖിദ്മത്തുൽ ഇസ്ലാം സ്റ്റുഡൻസ് അസോസിയേഷൻ നാം ഇന്ന് 1441 ഹിജറ വർഷത്തിൽ നിന്ന് 1442 ഹിജറ വർഷത്തിലേക്ക് കാൽ വെച്ചതോടനുബന്ധിച്ച് ഈ പരിശുദ്ധമായ മുഹറം മാസത്തെ സംബന്ധിച്ചും അതേപോലെ തന്നെ ഹിജറയെ സംബന്ധിച്ചൊക്കെ ഒരു ലഘുപരിചയം സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ മക്കൾ സംഘടിപ്പിക്കുന്ന ഈ സംഗമം എല്ലാ അർത്ഥത്തിലും വളരെ സാന്ദർഭോചിതമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിലും
ഒക്കെ കഴിഞ്ഞു പോയതായ എന്തെങ്കിലും അപരാധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അല്ലാഹു തആല വിട്ടുപുറത്ത് മാഫാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കബൂൽ ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. വരും ദിവസ ശിഷ്ടകാലങ്ങളൊക്കെ അല്ലാഹുവിന്റെ താഅത്തിലും നീതിയിലുമായി ജീവിക്കാനുള്ളതായ തൗഫീഖ് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഹിജ്റ 1441 അവസാനിച്ച് 1442 പ്രവേശിക്കുമ്പോൾ നാം ചെയ്യേണ്ടത് ഒരു നിലയിലൂടെ നാം ചിന്തിക്കുമ്പോൾ നാം വലിയ ഭാഗ്യവാന്മാരാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു വ്യക്തിയുടെ ആയുസ്സിന് ദീർഘമുണ്ടാകുകയും നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ളതായ ഭാഗ്യമുണ്ടാവുകയാണെങ്കിൽ അത് വലിയ പുണ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും അതുപോലെ തന്നെ ഒരു വർഷം മുഴുവൻ കഴിഞ്ഞു ഒരു 1441 കഴിഞ്ഞ് 42 പ്രവേശിക്കാനുള്ളതായ തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചു. ഈ സമയത്ത് നാം ചിന്തിക്കുമ്പോൾ നാം ഏതൊരു വ്യക്തിയാണെങ്കിലും നമ്മുടെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലേക്ക്, നമ്മുടെ കഴിഞ്ഞ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം എന്തുകൊണ്ടും അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതെന്തിനെന്ന് വെച്ചാൽ നാം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മ അതേപടി നിലനിർത്തി കൂടുതൽ നന്മയിലൂടെ മുന്നേറുവാനും, അതല്ല എന്തെങ്കിലും വലുതായ്മകൾ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തി ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. അതിനുള്ളതായ ഒരു തിരിഞ്ഞുനോട്ടം എന്തുകൊണ്ട് നമ്മിൽ നിന്നുണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ നാം ഒരു കമ്പനിയോ അതല്ലെങ്കിൽ ഒരു വ്യവസായ സ്ഥാപനമോ എന്തെങ്കിലും നാം നടത്തുന്നവരാണെങ്കിൽ തീർച്ചയായും നാം നടത്തുന്നതായ ആ സ്ഥാപനത്തിൽ അതല്ലെങ്കിൽ നാം നടത്തുന്നതായ ആ കമ്പനിയിൽ ഒരു വർഷം കഴിയുമ്പോൾ അതൊന്ന് ചെറുതെടുത്തുകൊണ്ട് അതിന്റെ കണക്കെടുത്തുകൊണ്ട് ഈ ഒരു വർഷത്തിൽ നമുക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ളതായ നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നുവെങ്കിൽ ആ നേട്ടങ്ങൾ നാം പ്രത്യേകമായി ഉൾപ്പെട്ടുകൊണ്ട് കൂടുതൽ ലാഭകരമാക്കാൻ നാം പരിശ്രമിക്കുന്നത് പോലെ, അതേപോലെ തന്നെ ഏതെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഏത് വിഷയത്തിലാണ് ഏത് നിലക്കാണ് കുറവുകൾ സംഭവിച്ചതെങ്കിൽ ആ കുറവുകൾ ഇല്ലാതെയാക്കി നന്മയിലൂടെ മുന്നേറാനുള്ളതായിരിക്കുന്ന മാർഗമാണ് നാം ചിന്തിക്കുന്നത് പോലെ. ഇതേപോലെ തന്നെയാണ് ഒരു വർഷം തമ്മിൽ നിന്ന് കഴിഞ്ഞു കിടന്ന് അടുത്ത വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ആ കഴിഞ്ഞുപോയ വർഷത്തിൽ വന്നതായ നന്മകൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ നന്മകളെ കൂടുതൽ നന്മകളാക്കി മാറ്റുവാനും, എന്തെങ്കിലും തിന്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തിക്കൊണ്ട് ആ തിന്മകൾ ഇല്ലാതെയാക്കി അത് നന്മകളാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് മുഅ്മിന്റെ ലക്ഷണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഉമാമയെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചതായ ഒരു ചോദ്യവും അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായ മറുപടിയും നമുക്ക് ഈ സന്ദർഭത്തിൽ വളരെ സാന്ദർഭികമായി തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് ചോദിക്കുന്നു, മൽ ഈമാൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബി എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞത്, ഇദാ സറതക ഹസനതുക വസാഅതുക സയ്യിഅതുക ഫഅൻത മുഅ്മിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. എന്ന് വെച്ചാൽ നിന്റെ പക്കൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാവുകയും ആ നന്മ ഉണ്ടായതിന് കാരണമായിക്കൊണ്ട് അതിന്റെ നിനക്ക് അല്ലാഹുവിന്റെ പക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്നുള്ളതായ ഉറപ്പോടുകൂടി നീ സന്തോഷിക്കുകയും എന്തെങ്കിലും വലുതായ്മകൾ നിന്നിൽ നിന്ന് സംഭവിക്കുകയും ആ സംഭവിച്ചത് കാരണമായിക്കൊണ്ട്
നീ സങ്കടപ്പെടുകയും ചെയ്യുകയും ചെയ്താൽ അത് തന്നെയാണ് ഈമാനിന്റെ അടയാളമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ളതായിട്ടുള്ള ഹിജ്റ വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ ബാക്കിലേക്ക് ചിന്തിച്ചു നോക്കിക്കൊണ്ട് നന്മയുണ്ടെങ്കിൽ ആ നന്മ കൂടുതൽ ആ നന്മയിൽ വർധനവ് വരുത്തുവാനും, തിന്മയുണ്ടെങ്കിൽ ആ തിന്മയെ ഇല്ലാതെയാക്കി നന്മയിലൂടെ മുന്നേറുവാനും നാം ശ്രമിക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു സ്ഥലത്ത് നമ്മെ ഓർമ്മപ്പെടുത്തിയത്, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു വസിനു അഅമാലകും ഖബ്ല അൻ തുസനു. നിങ്ങളുടെ സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്യേണ്ടതുണ്ട്. ഖബ്ല അൻ തുഹാസബു, നിങ്ങൾക്ക് വിചാരണയുടെ നാൾ വരുന്നുണ്ട്. അതിന്റെ മുമ്പ് നിങ്ങൾ സ്വന്തം നഫ്സിനോട് വിചാരണ നടത്തി ആ ശരീരങ്ങളെ നന്മയുടെ ഭാഗത്തിലൂടെ മുന്നേറുവാനും, അതുപോലെ തന്നെ നാം എന്തൊക്കെ നന്മ തിന്മകളായി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ആ ചെയ്തതായ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു, ഏതൊക്കെയായിരുന്നു എന്നൊക്കെ ഒന്ന് എത്തിനോട്ടം നടത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മോട് ഉണർത്തിയിട്ടുണ്ടെങ്കിൽ, എന്റെ മാന്യ സഹോദരങ്ങളോട് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ വർഷത്തെ ആപേക്ഷികമായി നമ്മുടെ ജീവിതത്തെ നന്മയുടെ പാതയിലൂടെ മുന്നേ കൊണ്ടുപോകുവാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിയിലും തൃപ്തിയിലുമായി ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ സകലവിധ പ്രവർത്തനങ്ങളും എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താറുള്ളത്. ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസം നിരവധി അനുഗ്രഹങ്ങളെ കൊണ്ട് സാക്ഷിയായ ഒരു മാസമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ മാസത്തിന്റെ തുടക്കത്തിൽ 10 ദിവസം പ്രധാനമായിക്കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു നന്മ കിട്ടിയാൽ ആ നന്മക്ക് ശുക്രായിക്കൊണ്ട് നമ്മൾ എന്താണ് ശുക്ർ ചെയ്യുക എന്നുള്ളത് നമുക്ക് കടമയിൽപ്പെട്ടതാണ്. അത് തന്നെയാണ് ഈ മഹത്തായ മാസത്തിൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ കിട്ടിയ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിർഔനിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളതായ ഒരൊറ്റ കാരണം കൊണ്ട് ദൂതന്മാർ നോമനുഷ്ഠിച്ചിരുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നിങ്ങൾ ഇന്ന് നോമനുഷ്ഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങൾ മൂസാ നബിയെ രക്ഷപ്പെടുത്തിയതിന് ശുക്രായിട്ടാണ് ഞങ്ങൾ നോമനുഷ്ഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ, മൂസ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ മാന്യ സഹോദരങ്ങളെ, ഈ മഹത്തായ മുഹറം മാസത്തിന്റെ 10ാമത്തെ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പനുഷ്ഠിച്ച ദിവസമാണ്. അതുകൊണ്ട് ആ ദിവസത്തിലൊക്കെ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതും, എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖാലഫത്തിൽ യഹൂദായിട്ട് മുഹറം 9 അന്ന് കൂടി നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ഒരു അനുഗ്രഹം കിട്ടിയതിന് നന്ദി എന്നുള്ള നിലക്കാണെങ്കിൽ, നമുക്ക് ആ ഒരു വർഷത്തെ ആയുസ് നമുക്ക് ലഭിച്ചു എന്നതിന് നന്ദിയായിക്കൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട മഹാമാസത്തിന്റെ 10 ദിവസങ്ങളിലൊക്കെ നോമ്പും അതുപോലുള്ളതായ നല്ല സൽക്കർമ്മങ്ങളുമായൊക്കെ മുന്നേറുവാൻ നാം ശ്രമിക്കണം. അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ പ്രീതിയിലേക്ക് അടുക്കുവാനൊക്കെ നാം ശ്രമിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഈ മുഹറമിന്റെ സന്ദേശമായിക്കൊണ്ട് പറയാനുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നാം ചെയ്തതായ എല്ലാ സൽക്കർമ്മങ്ങളെ നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ശിഷ്ടകാലങ്ങളിലൊക്കെ നന്മയിലൂടെ ജീവിക്കുവാനുള്ളതായ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى عباد الله الصالحين. أما بعد. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, GTMO അറബി കോളേജിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ, ബഹുമാനമുള്ള സഹോദരങ്ങൾ, GTMO അറബി കോളേജ് ഉസ്താദുമാരും വിദ്യാർത്ഥികളും ഓൺലൈനിൽ സംഘടിപ്പിച്ച ഹിജ്റയുടെ സന്ദേശം എന്ന വിഷയത്തിൽ ഒരു പരിപാടിയിലാണ് നമ്മൾ സംബന്ധിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മുടെ എല്ലാ മേഖലയും, നമ്മുടെ വിദ്യാർത്ഥികൾ പഠനവും മറ്റുമൊക്കെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഓൺലൈൻ മുഖേനയാണ്
നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിപത്ത് കാരണം നമ്മുടെ മദ്രസകളും പള്ളികളുമൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. പടച്ച തമ്പുരാൻ ഈ ദുരന്തത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും നമ്മുടെ മതസ്ഥാപനങ്ങളൊക്കെ തുറന്ന് പഠനവും മറ്റു കാര്യങ്ങളുമായി നിസ്കാരവും ജമാഅത്തുമായി ജുമാഅ നിസ്കാരങ്ങളും മറ്റൊക്കെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖിന് സമീപഭാവിയിൽ തന്നെ അള്ളാഹു നമുക്ക് തൗഫീഖിന് നൽകുകയും ഈ വിപത്തിൽ നിന്ന് അള്ളാഹു നമ്മെയും നാടിനെയും അള്ളാഹു കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാവട്ടെ. ഹിജ്റയുടെ സന്ദേശം നൽകുന്ന ഈ ഒരു സംരംഭത്തിൽ ഹിജ്റയുടെ പ്രഥമ മാസമായ മുഹറം, അതിൻ്റെ ഏതാനും ദിവസങ്ങൾ നമ്മൾ കഴിഞ്ഞുപോയി. വളരെ പുണ്യമുള്ള ദിവസങ്ങളാണ്. ഹിജ്റയുടെ 1441 നമ്മോട് വിട പറഞ്ഞു. ഭൂമിയിൽ ഒരു വർഷം കൂടി നമ്മിൽ പിന്നിട്ടിരിക്കുന്നു. മറ്റൊരു പുതുവർഷത്തിലേക്ക് സാക്ഷിയാവുകയും ചെയ്തിരിക്കുകയാണ്. ഓരോ വർഷം പിന്നിടുമ്പോഴും ആ വർഷം പൂർണ്ണമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിഞ്ഞതിലും അതിലെ സുഖങ്ങൾ അനുഭവിക്കാനും സൗഭാഗ്യം ലഭിച്ചതിലും നാം അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ തനിക്ക് നിർണയിക്കപ്പെട്ട ആയുസ്സിൽ ഒരെണ്ണം കുറഞ്ഞു എന്ന കാര്യം ആരും ചിന്തിക്കുന്നില്ല. ഓരോരുത്തരും ജനിക്കുമ്പോൾ അവൻ്റെ ഐഹിക ജീവിതമാകുന്ന ത്രാസിൻ്റെ വലത്തേ തട്ട് ആയുസ്സിൻ്റെ ഭാരത്താൽ താഴ്ന്നു കിടക്കും. പിന്നെ ഓരോ വയസ്സ് ജീവിച്ചു കഴിയുമ്പോൾ അത്രയും ഭാരം ഇടത്തേ തട്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ വലത്തേ തട്ട് കാലിയാവുന്നതോടെ അവൻ്റെ ആയുസ് അവസാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരവസ്ഥ നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. നാം പരലോക യാത്രയിലാണുള്ളത്. അവിടെയാണ് യഥാർത്ഥ ജീവിതം. ആ ജീവിതം നന്നാക്കാൻ ധാരാളം വിഭവങ്ങൾ വേണം. അത് സമാഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നത്. അതിന് വളരെ കുറഞ്ഞ കാലം മാത്രമേ അള്ളാഹു നമുക്ക് ആയുസ് അനുവദിച്ച് തന്നിട്ടുള്ളൂ. ആ ആയുസ്സിൽ അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക. ഹിജ്റ വർഷത്തിൻ്റെ ആരംഭമാസം മുഹറമാണ്. പ്രഥമ പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി വരെയുള്ള ഓരോ പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ നടന്ന പല സംഭവങ്ങൾക്കും സാക്ഷിയായ മാസമാണ് പുണ്യമേറിയ ഈ ഹിജ്റ മുഹറം മാസം എന്നുള്ളത്. ഈ മാസത്തിലെ 9ഉം 10ഉം താസുആ, ആശുറാ എന്നീ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ ഏറ്റവും പുണ്യമുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു തആല പൊറുപ്പിക്കുമെന്ന് പറഞ്ഞ പവിത്രമേറിയ മഹത്വമുള്ള പുണ്യമുള്ളതായ നോമ്പാകുന്നു മുഹറം 9ൻ്റെയും 10ൻ്റെയും നോമ്പ്. അതോടൊപ്പം തന്നെ ഈ പുണ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യലോടുകൂടെ തന്നെ ജീവിതത്തിൽ ചെയ്തു പോയ കഴിഞ്ഞകാല പിഴവുകൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടി പാരത്രിക ജീവിതം സുഭിക്ഷമാക്കാൻ ശ്രമിക്കുക. ഈ പുതുവർഷത്തിലും സാക്ഷിയാകാൻ അല്ലാഹു നമുക്ക് ആയുസ്സിനെ നൽകിയിട്ടുണ്ട് എങ്കിൽ ഈ പുണ്യമേറിയ ഓരോ ദിവസങ്ങളും വരാനിരിക്കുന്ന ഓരോ രാത്രികളും പകലും അതൊക്കെ പുണ്യങ്ങളാണെന്ന് മനസ്സിലാക്കി സൽക്രമങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമിക്കുകയും പശ്ചാത്താപിക്കുകയും ചെയ്തുകൊണ്ട് നാം അല്ലാഹുവിലേക്ക് മടങ്ങുമ്പോൾ പൂർണ്ണമായൊരു മൂമിനായി ജീവിച്ച് മൂമിനായി മരിക്കണം. നമുക്ക് നിർണയിക്കപ്പെട്ട ആയുസ് നമ്മിൽ നിന്ന് ചുരുങ്ങി വന്ന് നമ്മുടെ മരണത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ അവൻ്റെ പ്രീതി സമ്പാദിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാനുള്ള ഒരു പ്രതിജ്ഞ ഈ വർഷത്തിൻ്റെ പ്രഥമ മാസമായ മുഹറത്തിൽ നമ്മളൊക്കെ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ഞാനടക്കമുള്ള നമ്മളൊക്കെ സന്നദ്ധരാവുകയും അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും അള്ളാഹു നമ്മെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭം ഇതിനു വേണ്ടി ശ്രമിച്ചവർ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ട ഉസ്താദുമാർ, പ്രിയപ്പെട്ട GTM അറബി കോളേജിൻ്റെ വിദ്യാർത്ഥികൾ എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.
അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും അള്ളാഹു സ്വാലിഹാമലായി സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ നമുക്ക് നമ്മുടെ കുടുംബത്തിനും അള്ളാഹു തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു സ്നേഹനിധികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സത്യവിശ്വാസികൾ, ഈ മഹാമാരിയുടെ കാലഘട്ടത്തിലും അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് മുഹറത്തോടനുബന്ധിച്ച് നമ്മുടെ സ്റ്റുഡൻറ് യൂണിയനായ കിസയുടെ കീഴിൽ ഈ പരിപാടി നടത്താൻ സാധിച്ചതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. ഇതുപോലെ ഇനിയും നല്ല നല്ല പരിപാടികൾ നടത്താൻ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ മഹത്തായ പരിപാടിക്ക് നന്ദി പറയുക എന്നതാണ്. ആദ്യമായി കൊണ്ട് നമുക്ക് വേണ്ടിയ ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം നൽകിയ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ മുശാവറ അംഗമായ ബഹുമാനപ്പെട്ട വാക്കോട് സ്ഥാപകർക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട GTM സ്ഥാപനങ്ങളുടെ എല്ലാം പ്രസിഡന്റായ ബഹുമാനപ്പെട്ട KP ഹാജി അവർകൾക്കും അതുപോലെ തന്നെ PKയും ബാക്കി ഉസ്താദ് അവർകൾക്കും, നമ്മുടെ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ദാരിം ഉസ്താദ് അവർകൾക്കും മറ്റു എല്ലാ ഉസ്താദുമാർക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് സ്വാഗതം അർപ്പിച്ച ഖിദ്മത്തുൽ ഇസ്ലാം സ്റ്റുഡന്റ് യൂണിയന്റെ സെക്രട്ടറി മൻസൂർ അവർകൾക്കും ഈ പരിപാടി വീക്ഷിച്ച എല്ലാ സത്യവിശ്വാസികൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.